ആനന്ദപുരത്ത് സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വിഷ്ണു രാത്രി മുഴുവൻ പോലീസിനെ വട്ടം കറക്കി. സഹോദരനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം സംഭവ സ്ഥലത്തു നിന്ന് പോയ വിഷ്ണു പോലീസ് പിറകെയെത്തുമെന്ന് മനസ്സിലാക്കി രാത്രി മുഴുവൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. സമീപത്തെ പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്ക് ഓടിമാറിക്കൊണ്ടിരുന്ന വിഷ്ണുവിനെ പലരും പലയിടത്തും വെച്ച് കണ്ടു. നാട്ടുകാർ വിവരമറിയിക്കുന്നതിനനുസരിച്ച് പോലീസും ഉറക്കമൊഴിഞ്ഞ് വിഷ്ണുവിന് പിറകെ കൂടി. പക്ഷേ പിടികൂടാനായില്ല. രാത്രി വീട്ടിലെത്തിയ വിഷ്ണു പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരർ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കൊലപാതക വിവരമറിഞ്ഞ ബന്ധുക്കൾ വീട് പൂട്ടിയിടുകയായിരുന്നു. അതിരാവിലെ വീണ്ടും വീട്ടിലെത്തിയ വിഷ്ണു അടുത്തുള്ള ആയുർവേദ മരുന്ന് കമ്പനിയിൽ കയറി ഒളിച്ചു. രാവിലെ കമ്പനിയിലെത്തിയ ജോലിക്കാരാണ് ഇയാളെ കണ്ട് പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയതറിഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണു അവസാനം കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ടൈൽസ് പണിക്കാരനാണ് വിഷ്ണു. വിദേശത്ത് ഹോട്ടൽ ജോലി ചെയ്തിരുന്ന യദു കൃഷ്ണൻ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. സഹോദരന്മാർ തമ്മിൽ തർക്കവും വഴക്കും പതിവാണെന്നും സംഭവം നടന്ന ദിവസം പകൽ ഇവരുടെ വീട്ടിൽ വഴക്ക് നടന്നിരുന്നതായും സമീപവാസികൾ പറയുന്നു. TCV ന്യൂസ്, പുതുക്കാട്.